بسم الله الرحمن الرحيم. أفرأيت من اتخذ إلهه هواه وأضله الله على علم وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله أفلا تذكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1744 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്തുൽ ജാസിയയിലെ 23-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفرأيت من اتخذ إلهه هواه وأضله الله على علم وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله أفلا تذكرون. സദഖല്ലാഹുൽ അലിയുൽ അദീം. സൂറത്തുൽ ജാസിയയിലെ 23-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ ആരാധ്യനായി സ്വീകരിക്കുന്നതിന് പകരം സ്വന്തം ഇച്ഛകളെ, സ്വന്തം ജഡിക താല്പര്യങ്ങളെ, സ്വന്തം ദേഹേച്ഛയെ ആരാധ്യനായി സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ഒരാളെ പരാമർശിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരാളുടെ അവസ്ഥ എന്താണ് എന്നത് ഈ ആയത്തിൽ അല്ലാഹു വിവരിക്കുന്നത്. നമ്മൾ പിന്നിട്ട രണ്ടായത്തുകളിൽ അള്ളാഹുവിന്റെ നിലപാട് വ്യക്തമാക്കുന്നത് കാണുകയുണ്ടായി. കുറ്റകൃത്യങ്ങളിലും തിന്മകളിലും ഒക്കെ വ്യാപൃതരാകുന്ന ആളുകളും വിശ്വാസികളും സൽക്കർമ്മികളുമായ ആളുകൾ, ഈ രണ്ടു കൂട്ടരെയും ഒരുപോലെ അള്ളാഹു പരിഗണിക്കുമോ എന്നതാണ് വിഷയം. ഒരിക്കലും തന്നെ കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ അള്ളാഹു സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മികളായിട്ട് ജീവിക്കുകയും ചെയ്തവരെ പോലെ അവരോട് തുല്യരായി പരിഗണിക്കുകയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കുകയുണ്ടായത്. അങ്ങനെ സങ്കല്പിക്കുന്നത് പോലും സാഅമായ ഹുക്മൂൻ എന്ന ഒരു പ്രയോഗത്തിലൂടെയാണ് അല്ലാഹു തള്ളിക്കളയുന്നത്. അങ്ങനെ സങ്കല്പിക്കുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്ത് തിന്മകളിൽ വ്യാപൃതരായിക്കൊണ്ട് ജീവിച്ച് മരിച്ചു പോകുന്ന ഒരാളും സത്യവിശ്വാസം ഉൾക്കൊണ്ട് ദിശാബോധത്തോടെ സ്വന്തം കർമ്മങ്ങളെക്കുറിച്ച് ബോധമുള്ള വിധത്തില് ശരിയായ നന്മകൾ നിറഞ്ഞ ഒരു കർമ്മജീവിതം നയിക്കുന്ന ഒരാളും, ഇങ്ങനെ രണ്ടു കൂട്ടരും ഒരുപോലെ ഒരിക്കലും തന്നെ പരിഗണിക്കപ്പെടുകയില്ല. അള്ളാഹുവിന്റെ പരിഗണനയിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിലയിരുത്തലിൽ ഈ രണ്ടു കൂട്ടർക്കും ഒരുപോലെയുള്ള പരിണിതിയോ അല്ലെങ്കിൽ പാരത്രിക ജീവിതത്തിലെ പ്രതിഫലമോ ഒരിക്കലും തന്നെ ഒരുപോലെ ആവുകയില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. ആകാശഭൂമികളെ ഇത്രയും സമഗ്രവും ഗംഭീരവും സൂക്ഷ്മവും സങ്കീർണവും ഒക്കെയായിട്ട് സൃഷ്ടിച്ചൊരുക്കിയിരിക്കുന്നത് ഈ ഒരു കാരണത്താൽ തന്നെയാണ്. മനുഷ്യനെ ഒരു പരീക്ഷണത്തിന് വിധേയനാക്കുന്നതിന് വേണ്ടിയാണ്
ഇത്രയും സങ്കീർണമായ, ഇത്രയും ഗംഭീരമായ ആസൂത്രണമടങ്ങിയ ഒരു പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ച് ഒരുക്കിയിരിക്കുന്നത്. അത് തന്നെ ഓരോ വ്യക്തിക്കും അയാളുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ശരിയായ വിധത്തിൽ നൽകപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഒരാളും തന്നെ യാതൊരു വിധത്തിലുള്ള അക്രമവും അനീതിയും ഏറ്റുവാങ്ങേണ്ടി വരികയില്ല. അത്രയും കൃത്യവും സൂക്ഷ്മവുമാണ് അള്ളാഹുവിന്റെ മൂല്യനിർണയം. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞതിന്റെ ചുരുക്കം. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ 23-ാമത്തെ ആയത്ത് വരുന്നത്. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു. ഒരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിട്ട് അള്ളാഹു ഉന്നയിക്കുകയാണ്. അഫറഅയ്ത, പ്രവാചകരെ താങ്കൾ കാണുകയുണ്ടായോ, അല്ലെങ്കിൽ താങ്കൾ സങ്കല്പിച്ചുവോ, മനസ്സിലാക്കിയോ? മനിത്തഖദ ഇലാഹഹു ഹവാഹു, സ്വന്തം ദേഹേച്ഛകളെ, സ്വന്തം ജഡിക താല്പര്യങ്ങളെ ഇലാഹായി സ്വീകരിച്ചവന്റെ ഗതി എന്താണ് എന്നത് പ്രവാചകരെ താങ്കൾ കാണുകയുണ്ടായോ, മനസ്സിലാക്കുകയുണ്ടായോ എന്നാണ് ചോദ്യം. ഒരാളുടെ ചിത്രം ഇവിടെ വരച്ചു വെക്കുന്നത് അയാൾ തന്റെ ആരാധ്യനായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അയാൾ സ്വയം അടിമപ്പെടുന്നത് തന്റെ ഇച്ഛകൾക്കാണ്, തന്റെ ഹവക്കാണ്. അയാളുടെ മനസ്സും ശരീരവും ഒക്കെ എന്താണോ അയാളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതില് വ്യാപൃതനാവാനാണ് അയാളുടെ വ്യഗ്രത. കാര്യങ്ങളെ ബുദ്ധിപൂർവകമായി വിലയിരുത്തി മനസ്സിലാക്കി ശരിയായ ദിശയിൽ നിലകൊള്ളുകയും ശരിയായ കർമ്മങ്ങൾ ചെയ്യുക എന്നതല്ല ഒരാളുടെ നിലപാട് എന്ന് സങ്കല്പിക്കുക. അയാൾക്ക് ശരീരത്തിന്റെയോ മനസ്സിന്റെയോ അയാളുടെ അധമമായ വികാരങ്ങളുടെയോ ഒക്കെ പ്രേരണ എന്തിലേക്കാണോ അതിന്റെ പുറകെ പോകുന്ന, അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിൽ ആനന്ദം കാണുന്ന, അത്തരം താല്പര്യങ്ങൾക്കും വികാരങ്ങൾക്കും ചാപല്യങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരാൾ മിക്കപ്പോഴും ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും. അയാളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുക അയാളുടെ ജഡികമായ താല്പര്യങ്ങളായിരിക്കും, അയാളുടെ അധമമായ വികാരങ്ങളായിരിക്കും, അയാളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ ഇച്ഛകളായിരിക്കും അയാളെ ഭരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ വിശ്വാസം ഉൾക്കൊണ്ട ഒരാൾ അങ്ങനെയല്ല. അയാളെ നിയന്ത്രിക്കുവാൻ ദൈവികമായ ഒരു മാർഗദർശനം അയാൾ സ്വീകരിച്ചിട്ടുണ്ടാകും. അയാളുടെ ദിശ നിർണയിക്കപ്പെട്ടിട്ടുണ്ടാകും. അയാളുടെ ഓരോ പ്രവൃത്തിയും അയാൾ സസൂക്ഷ്മം ആലോചിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തിയിട്ട് മാത്രം ചെയ്യുന്നതായിരിക്കും. ഈ രണ്ട് ആളുകളും ഒരിക്കലും ഒരുപോലെയല്ല. ഇക്കാര്യമാണ് പിന്നിട്ട 2 ആയത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കിയുണ്ടായത്. ആ ആശയത്തെ ഒന്നുകൂടി വികസിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു. ഒരാള് അയാൾ ആർക്കാണ് അടിമപ്പെട്ടിരിക്കുന്നത്? അയാളുടെ സ്വന്തം ഇച്ഛകൾക്കാണ്. അയാളുടെ ദേഹേച്ഛ എന്ന് പറയാം, അല്ലെങ്കിൽ ജഡികമായ താല്പര്യങ്ങൾ എന്ന് പറയാം, മനസ്സിന്റെയും ശരീരത്തിന്റെയും പ്രേരണ എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ളതിന് വിധേയപ്പെട്ടുകൊണ്ട്, അതിനടിമപ്പെട്ടുകൊണ്ടാണ് ഒരാൾ കഴിയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ജഡികമായ ആഗ്രഹാഭിലാഷങ്ങളും താല്പര്യങ്ങളും പ്രേരണകളുമായിരിക്കും അയാളുടെ ഇലാഹ്, അയാളുടെ ആരാധ്യൻ. അള്ളാഹുവിനെ അല്ല അയാള് ആരാധ്യനായിട്ട് കാണുന്നത്, അള്ളാഹുവിനല്ല അയാള് അടിമപ്പെട്ടിരിക്കുന്നത്. അയാൾ അടിമപ്പെട്ടിരിക്കുന്നത് സ്വന്തം ഇച്ഛകൾക്കാണ്, ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ ശക്തമായ പ്രേരണകൾക്കാണ് അയാള് അടിമപ്പെട്ടിരിക്കുന്നത്. സൃഷ്ടാവായ റബ്ബ് എന്തു പറയുന്നു എന്ന് ഒരു കാര്യത്തിലും പരിശോധിച്ചുകൊണ്ടല്ല അയാൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അയാളുടെ മനസ്സിന്റെ പ്രേരണ എന്തിനാണ്? കളവ് നടത്താനാണെങ്കിൽ കളവ് നടത്തുക, വ്യഭിചരിക്കാനാണെങ്കിൽ വ്യഭിചരിക്കുക, കള്ളം പറയാനാണെങ്കിൽ കള്ളം പറയുക, ആളുകളെ ചൂഷണം ചെയ്യാനാണ് മനസ്സ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെ, അധികാരം പിടിച്ചടക്കാനാണ് എങ്കിൽ അങ്ങനെ. ഈ വിധത്തില് മനസ്സും ശരീരവും
എന്താണോ ഒരാളെ പ്രേരിപ്പിക്കുന്നത്, അയാൾക്ക് വേറെ മാർഗദർശിയൊന്നുമില്ല. ദൈവികമായ മാർഗദർശനം സ്വീകരിക്കാൻ അയാൾ കൂട്ടാക്കിയിട്ടില്ല. ജീവിത പ്രയാണം ഏത് ദിശയിൽ നിർവഹിക്കണം എന്ന കാര്യത്തിൽ അയാൾ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും നിർബന്ധ ബുദ്ധിയുള്ള ആളൊന്നുമല്ല. എന്തിലേക്കാണോ അയാളുടെ മനസ്സ് പ്രേരിതമാവുന്നത് അതിന്റെ പുറകെ പോകുന്ന ഒരാളാണ്. അങ്ങനെ ഒരാള് മനിത്തഹദ ഇലാഹു അബാഹു എന്നാണ് അങ്ങനെ ഒരാളെ അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്, വർണ്ണിക്കുന്നത്. സ്വന്തം ഇച്ഛകളെ ഇലാഹായി സ്വീകരിച്ചവൻ എന്നാണ് ഭാഷാപരമായി ഈ പ്രയോഗത്തിന്റെ അർത്ഥം. നമ്മളൊക്കെയും തന്നെ അള്ളാഹുവിനെ ഇലാഹായി അംഗീകരിച്ചവരാണ്. എന്നാൽ ഇവിടെ പരാമർശിക്കപ്പെട്ട ആള് സ്വന്തം ഇച്ഛകളാണ്, ദേഹേച്ഛകളെ, ജഡികമായ താല്പര്യങ്ങളെ, ശരീരത്തിന്റെയും മനസ്സിന്റെയും പ്രേരണകളെ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ താൻ തോന്നി എന്നാണ് അർത്ഥം. അയാൾക്ക് എന്താണോ ഓരോ നിമിഷവും തോന്നുന്നത് അതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ താൻ തോന്നിയായി ജീവിക്കുന്ന ഒരാള് അള്ളാഹുവിനോ സർട്ടാവായ റബ്ബിന് അവന്റെ കൽപ്പനകള്, അവന്റെ നിർദ്ദേശങ്ങൾ ഇതൊന്നും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമല്ല, മറിച്ച് താൻ തോന്നിയായിട്ടാണ് ഒരാൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരാള് അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു, പ്രവാചകരെ താങ്കൾ ഇങ്ങനെ ഒരാളെ കുറിച്ച് ആലോചിച്ചുവോ? അങ്ങനെ ഒരാളെ കണ്ടുവോ? ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ അയാളുടെ ഗതി എന്താണ് എന്നത്. ഇതാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്ന കാര്യം. മനിത്തഖദ ഇലാഹഹു ഹവാഹു, അയാള് സ്വന്തം ഇച്ഛകളെയാണ് ആരാധ്യനായിട്ട് റബ്ബായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. വേറെ അയാളുടെ കാര്യത്തില് എന്തെങ്കിലും നിയന്ത്രണങ്ങളോ ദിശയോ ഒന്നും നിർണയിക്കുന്ന വിധത്തില് ഒരു ഇലാഹുമില്ല. സ്വന്തം ഇലാഹായിട്ട് അയാൾ കാണുന്നത് അയാളുടെ തന്നെ ആഗ്രഹാഭിലാഷങ്ങളെ, ജഡിക വികാരങ്ങളെ, അതുപോലെ മനസ്സിന്റെ പ്രേരണകളെ, അയാളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് അയാളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാള് അല്ലല്ലാഹുല്ലാ, സ്വാഭാവികമായിട്ടും അയാളെ അള്ളാഹു ലലാലത്തിലേക്ക് തള്ളിവിടുന്നു. അയാളെ ദുർമാർഗത്തിലേക്ക്, പിഴച്ച മാർഗത്തിലേക്ക് അയാളെ അള്ളാഹു തള്ളിവിടുന്നു. ഇങ്ങനെ ഒരാളെ അള്ളാഹു മാർഗദർശനം ചെയ്യുകയില്ല. കാരണം മാർഗദർശനം ചെയ്തത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അയാൾ സ്വന്തം ജഡിക താല്പര്യങ്ങളെയാണ് അള്ളാഹുവിനേക്കാൾ, ഏകനായ സൃഷ്ടാവായ റബ്ബിനേക്കാൾ ഉപരിയായി കൊണ്ടു നടക്കുന്നത്. അയാൾക്ക് ഏറ്റവും വലിയ അയാളുടെ മേലുള്ള സ്വാധീനമായിട്ട് അയാളുടെ ഇച്ഛകള്, ജഡിക താല്പര്യങ്ങള്, വികാര വിചാരങ്ങളൊക്കെയാണ്. അപ്പൊ ഇതാണ് അയാളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാളെ എന്ന് പറഞ്ഞാൽ തഖ്വയില്ലാത്ത, സത്യം തേടുന്ന മനസ്സില്ലാത്ത, ബുദ്ധിപരമായ സത്യസന്ധത കാണിക്കാത്ത ഒരാള്, അങ്ങനെ ഒരാളെ അള്ളാഹു സന്മാർഗിയാക്കുകയില്ല. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് ഹുദൻ ലിൽ മുത്തഖീൻ എന്ന്, മുത്തഖികൾക്കുള്ള മാർഗദർശനമാണ് ഈ ഖുർആൻ. അത് മുത്തഖികൾക്കുള്ളതാണ്, സത്യം തേടുന്നവർക്കുള്ളതാണ്, ബുദ്ധിപരമായ സത്യസന്ധത നിലനിർത്തുന്നവർക്കുള്ളതാണ്. എന്നാൽ സ്വന്തം ഹവയെ, സ്വന്തം ജഡിക താല്പര്യങ്ങളെ, സ്വന്തം ഇച്ഛകളെ ഇലാഹായി സ്വീകരിച്ച ഒരാള് അങ്ങനെ തഖ്വയുള്ള ഒരാളല്ലല്ലോ. സ്വാഭാവികമായിട്ടും അള്ളാഹു അയാളെ ലലാലത്തിലേക്ക് തള്ളിവിടുന്നു. അള്ളാഹു തികഞ്ഞ അറിവോടുകൂടിയാണ് അയാളെ ലലാലത്തിലേക്ക് തള്ളിവിടുന്നത്. ഇത് ആരുടെ അറിവാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അലല്ലഹുല്ലാഹു അലാ ഇൽമിൻ എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ പരാമർശിക്കപ്പെട്ട വ്യക്തി ഒരു വലിയ പണ്ഡിതനാണെന്ന് സങ്കല്പിക്കാം. വലിയ പാണ്ഡിത്യമുള്ളവനാണ്, നല്ല അറിവുള്ളവനാണ്, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ളവനാണ്. പക്ഷെ അയാളെ നിയന്ത്രിക്കാനും ഭരിക്കാനും അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടില്ല. അയാൾ സ്വന്തം ഇച്ഛകളെ ആണ് അതിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അയാളുടെ ജഡികമായ അല്ലെങ്കിൽ മനസ്സിന്റെ പ്രേരണ, ഇത്തരം താല്പര്യങ്ങളെയൊക്കെയാണ് അയാളുടെ മേൽ നിയന്ത്രണം വാഴാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, അള്ളാഹുവിനെയല്ല. അയാൾ വലിയ വൈജ്ഞാനികമായി ഉയർന്ന ഒരാളാണെന്ന് തന്നെ സങ്കല്പിച്ചോളൂ. എല്ലാ വിജ്ഞാന മേഖലകളിലും അയാൾക്ക് വലിയ പ്രാവീണ്യമുണ്ട്.
ആ കാലഘട്ടത്തിന്റെ ഏത് വൈജ്ഞാനിക അത്ഭുതങ്ങൾ എടുത്താലും അയാൾ അതിലൊക്കെ വലിയ പ്രാഗൽഭ്യമുള്ള ആളാണ് എന്ന് തന്നെ സങ്കല്പിച്ചു. അപ്പൊ അങ്ങനെ ഒരു അറിവുള്ളവനായി ജ്ഞാനിയായിരിക്കെ തന്നെ അള്ളാഹു അയാളെ ദുർമാർഗത്തിലേക്ക് തള്ളിവിടുന്നു. വലിയ അറിവൊക്കെ ഉണ്ട്, ശാസ്ത്രജ്ഞനാണ്, അല്ലെ മഹാപണ്ഡിതനാണ്, ചരിത്രകാരനാണ്, അറിയാത്ത ഒരു വിഷയവുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വഅളല്ലഹുല്ലാഹു അലാ ഇൽമിൻ, അയാൾ വലിയ ജ്ഞാനിയാണ് എന്നിരിക്കെ തന്നെ അള്ളാഹു അയാളെ ദുർമാർഗിയാക്കുന്നു, ദുർമാർഗത്തിലേക്ക് തള്ളിവിടുന്നു. ഇതാണ് ഒരു വായന. ഇതിന് മറ്റൊരു വായനയും സാധ്യമാണ്. അള്ളാഹു തികഞ്ഞ അറിവോടുകൂടി അയാളെ ദുർമാർഗത്തിലേക്ക് തള്ളിവിടുന്നു എന്ന് പറഞ്ഞാൽ ഇയാള് ദേഹേച്ഛയുടെ ആളാണ്, ജഡിക താല്പര്യങ്ങളുടെ ആളാണ്, മനസ്സിന്റെ പ്രേരണയുടെ പുറകെ പോകുന്ന ഒരാളാണ്. അള്ളാഹു നൽകുന്ന മാർഗദർശനത്തെ കുറിച്ച് ഒരു പരിഗണന പോലും ഇല്ലാത്ത ഒരുവനാണ്. സ്രഷ്ടാവായ റബ്ബിന്റെ തൃപ്തി ഇക്കാര്യത്തിൽ എന്താണ് എന്നത് നോക്കുന്നതിന് യാതൊരു താല്പര്യവും കാണിക്കാത്ത ഒരുവനാണ് എന്നൊക്കെയുള്ള സംഗതി അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അയാളെ ലലാലത്തിലേക്ക് തള്ളിവിടുന്നത്. അപ്പൊ രണ്ട് ആംഗിളിൽ നിന്നാണ് ഈ പ്രയോഗത്തിനെ വായിക്കാൻ സാധിക്കുക. ഒന്ന്, ഈ വ്യക്തി വലിയ അറിവുള്ളവനാണ്, ജ്ഞാനിയാണ്, മഹാപണ്ഡിതനാണ്, എന്നിട്ടും അയാളെ ലലാലത്തിലേക്ക് അള്ളാഹു തള്ളിവിടുന്നു എന്ന നിലക്ക് വായിക്കാം. അതല്ലെങ്കിൽ ഈ വ്യക്തിയെ കുറിച്ച് അള്ളാഹുവിന് തികഞ്ഞ അറിവുണ്ട്, അയാളുടെ നിലപാട് എന്താണ് എന്നത് തികഞ്ഞ ബോധ്യമുണ്ട്, അറിവുണ്ട്. അയാൾ ജഡികേച്ഛയുടെ പുറകെ പോകുന്നവനാണ്, മനസ്സിന്റെ പ്രേരണക്ക് വിധേയമായി സത്യവും അസത്യവും ഒന്നും പരിശോധിക്കാതെ അതിന്റെ പുറകെ പോകുന്ന വികാരങ്ങളുടെ ഒരു അടിമയാണ് എന്ന അറിവ് അള്ളാഹുവിന് നന്നായി ഉണ്ട് ഇയാളെ കുറിച്ച്. ആ അടിസ്ഥാനത്തില് അള്ളാഹു അയാളെ ലലാലത്തിലേക്ക് വിടുന്നു. ഈ രണ്ട് സാധ്യതയും വായനക്ക് ഈ പ്രയോഗത്തിന് നിലനിൽക്കുന്നുണ്ട്. വഅളല്ലഹുല്ലാഹു അലാ ഇൽമിൻ, എന്നിട്ടോ സംഭവിക്കുന്നത് എന്താണ്? വഖതമ അലാ സംഇഹി വഖൽബിഹി, തുടർന്ന് അള്ളാഹു അവന്റെ ഹൃദയത്തിന് അതുപോലെ അയാളുടെ കേൾവിക്കൊക്കെ മുദ്ര വെക്കുകയാണ്. വഖതമ അലാ സംഇഹി, അയാളുടെ കേൾവിക്ക് മുദ്ര വെക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് കേൾവി ഒരു നിലക്കും പ്രയോജനപ്പെടുന്നില്ല എന്നാണ് അർത്ഥം. അയാൾക്ക് കേൾവിക്ക് സീല് വെക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേൾവി അയാൾക്ക് പ്രയോജനപ്പെടുന്നില്ല, ഒന്നും അങ്ങോട്ട് കേൾവിയുടെ പ്രയോജനമായിട്ട് ഫലമായിട്ട് അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത് അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു സീലിംഗ് ആണ്. ചില ആളുകൾ അങ്ങനെയാണ്, വലിയ പ്രാഗൽഭ്യം നേടും, ശാസ്ത്ര മേഖലയിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കും, അല്ലെങ്കിൽ ചരിത്രമൊക്കെ വളരെ ആഴത്തിൽ പഠിച്ചിട്ടുണ്ടാവും, ലോകത്തെ ഏതേത് സംഭവത്തെ കുറിച്ചാണെങ്കിലും കൃത്യമായിട്ട് വിശകലനം ചെയ്ത് പറയാനൊക്കെ സാധിക്കും. പക്ഷെ ജീവിതം എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം അയാൾ കണ്ടെത്തിയിട്ടുണ്ടാവില്ല. അയാളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അയാളുടെ വേറെ പല താല്പര്യങ്ങളുമാണ്. അങ്ങനെയാവുമ്പോ ജീവിതം അയാൾക്ക് ഒട്ടും പ്രയോജനപ്പെടുന്നുണ്ടാവില്ല, അയാളുടെ അറിവ് അയാൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടാവില്ല, അയാളുടെ കേൾവിക്ക് ചിലതൊന്നും കേൾക്കണ്ട എന്ന വിധത്തിൽ മുദ്രവെച്ച പോലെയാണ്. നമ്മുടെ കൺമുന്നിൽ തന്നെ അങ്ങനെ പലരും ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ കൺമുന്നിൽ ഈ കാറ്റഗറിയിൽ പെടുന്ന ആളുകളുണ്ട്. വലിയ പ്രാഗൽഭ്യമാണ് അവർ, വൈജ്ഞാനിക മേഖലകളിലൊക്കെ അവർ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ടാവും, അറിയപ്പെടുന്ന അംഗീകാരം നേടിയ ശാസ്ത്രജ്ഞന്മാരായിരിക്കും, അല്ലെങ്കിൽ വലിയ ചരിത്ര പണ്ഡിതന്മാരൊക്കെ ആയിരിക്കും. പക്ഷെ വളരെ അടിസ്ഥാനപരമായ ജീവിത ദർശനം അവര് ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല, അള്ളാഹുവിനെ കണ്ടെത്തിയിട്ടുണ്ടാവില്ല, താൻ ആരാണ്, തന്റെ ദൗത്യം എന്താണ് എന്ന കാര്യമൊന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ അത്തരം ആളുകളെ അള്ളാഹു ഇവിടെ പറയുന്നത് വഖതമ അലാ സംഇഹി, അവരുടെ കേൾവിക്ക് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നതല്ലാതെ അവർക്ക് ആവശ്യമുള്ളത് അവരൊരിക്കലും കേൾക്കില്ല.
അതൊക്കെ അവരുടെ ചുറ്റുപാടുമായിട്ട് ആവർത്തിച്ച് കേൾപ്പിക്കപ്പെടുന്നുണ്ടാവും. ഉദാഹരണത്തിന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന 5 നേരം ബാങ്ക് വിളിയിൽ ഇവിടെ ഉറക്കെ കേൾപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ആ കാര്യത്തെക്കുറിച്ച് അത് കാതുകളിൽ വന്ന് അലയ്ക്കുമ്പോൾ പോലും ഒരു നിലക്കും ആലോചനയില്ലാത്തവരായിട്ട് ഇവിടെ ജീവിക്കുന്ന എത്ര മഹാപണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്, എത്ര പ്രാഗൽഭ്യമുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ട്, എത്ര സമർത്ഥന്മാരായിട്ടുള്ള ഭരണാധിപന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെ കാതുകളില് ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പ്രഖ്യാപനത്തിന്റെ ആന്തരികമായ ചൈതന്യമടങ്ങിയ ദർശനം അവർക്ക് അങ്ങ് പകർന്നു കിട്ടുന്നില്ല, അവരെ ഏറ്റുവാങ്ങുന്നില്ല. കാരണം എന്താ? അവരുടെ കാതുകൾക്ക് ഒരു മുദ്രയാണ്, ഒരു സീലിംഗ് ഉണ്ട്. അപ്പോ ഇതൊക്കെ കാതുകളിൽ പതിയുന്നുണ്ട്, പക്ഷെ ഒന്നും അവർ കേൾക്കുന്നില്ല, ഒന്നും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്പർശിക്കുന്നില്ല എന്നതാണ് സത്യം. വഖതമ അലാ സംഇഹി വഖൽബി, അതുപോലെ അവരുടെ ഹൃദയങ്ങൾക്കും മുദ്ര വെച്ചിരിക്കുകയാണ് അല്ലാഹു. കാരണം എന്താ? അവർ അർഹിക്കുന്നത് ളലാലത്താണ്, ദുർമാർഗമാണ്. അതിന് കാരണം എന്താ? അവര് മുത്തഖികളായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവര് സത്യം തേടുന്നവരോ ബുദ്ധിപരമായ സത്യസന്ധത കാണിക്കുന്നവരോ ഒന്നുമല്ല. അത് കാരണമായി അള്ളാഹു അവരെ ലലാലത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. അത്തരം ആളുകൾക്ക് കേൾവി പ്രയോജനപ്പെടുകയില്ല. ഹൃദയത്തിൽ ഒരു കാര്യം ആണ്ടിറങ്ങിയാൽ പോലും അത് കൃത്യമായ ഒരു തിരിച്ചറിവായി മാറിയാൽ പോലും അവർക്ക് അത് പ്രയോജനപ്പെടുകയില്ല. കാരണം അവരുടെ കാതുകൾക്ക് ഒരു മുദ്ര വന്നിരിക്കുന്നു, ഹൃദയങ്ങൾക്കും അതുപോലെയുള്ള ഒരു സീലിംഗ്, ഒരു മുദ്ര ഉണ്ടായിട്ടുണ്ട്. ഇതാണ് കാര്യം. വജഅല അലാ ബസരിഹി ഗിശാവ, അതുപോലെ അവരുടെ കാഴ്ചക്ക് ഒരു മറയിടപ്പെട്ടിരിക്കുന്നു. എല്ലാം കാണുന്നുണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല. അങ്ങനെയാണ് ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഒരു ശ്രദ്ധേയമായ വ്യത്യാസം ഇതാണ്. ഒരു ചെറിയ ചെടിയുടെ ഒരു പുൽനാമ്പെങ്കിലും നമ്മൾ ഇങ്ങനെ നോക്കി നിരീക്ഷിക്കുമ്പോൾ അതില് പടച്ച തമ്പുരാന്റെ മഹത്വം അല്ലെങ്കിൽ അവന്റെ സാന്നിധ്യം കാണാൻ കഴിയുന്ന ഒരാളാണ് ഒരു വിശ്വാസി. ഒരു വിത്ത് മണ്ണില് മൂടിയിട്ട് മുളച്ച് ചെടിയായി മരമായി വളർന്നു വന്ന് വടവൃക്ഷമായി കായ്കനികൾ തന്നുകൊണ്ടിരിക്കുമ്പോൾ അതില് ആ ഒരൊറ്റ സംഗതിയിൽ തന്നെ പ്രപഞ്ച സ്രഷ്ടാവിന്റെ കരവിരുത് വായിച്ചെടുക്കാനും കണ്ടെത്താനും ഒക്കെ കഴിയുന്നവരാണ് തഖ്വയുള്ള ആളുകൾ. എന്നാൽ ഇങ്ങനെയുള്ള ആളുകള് ഇതുപോലെ ആയിരക്കണക്കിന് പ്രതിഭാസങ്ങൾ ചുറ്റിലും ഉണ്ടായാലും അതിൽ കാണേണ്ട കാര്യം കാണുകയില്ല. അവരുടെ കേൾവിക്ക് ഒരു മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു, ഹൃദയത്തിന് മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ കാഴ്ചക്ക് ഒരു മൂടിയിട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പോ വജഅല അലാ ബസ്വരിഹി ഗിശാവ, അവരുടെ ബസറിന്, അവരുടെ കാഴ്ചക്ക്, കണ്ണുകൾക്ക് ഒരു ഗിശാവത്തുണ്ട്, ഒരു ഷട്ടർ ഇട്ടിരിക്കുകയാണ്. ആവശ്യമുള്ളതൊന്നും അവർ കാണുന്നില്ല. അതാണ് അവസ്ഥ. ഇതാണ് സ്വന്തം ജഡികേച്ഛകളെ, സ്വന്തം ദേഹേച്ഛകളെ, സ്വന്തം ഭൗതിക താല്പര്യങ്ങളെ അള്ളാഹുവിനെ കാണുന്നത് പോലെ കാണുന്ന, അള്ളാഹുവിനെ അടിമപ്പെടേണ്ട വിധത്തിൽ ഈ ഇച്ഛകൾക്ക് അടിമപ്പെടുന്ന ഒരാളുടെ ഗതി എന്നാണ് അള്ളാഹു ഇവിടെ വരച്ചു കാണിക്കുന്നത്. ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹി, ആര് സന്മാർഗം കാണിക്കും എന്നാണ് ഇവർ കരുതുന്നത് അള്ളാഹുവിന് ശേഷം. അള്ളാഹുവിന് പുറമെ അള്ളാഹു നിഷേധിക്കുന്നു ഇവർക്ക് സന്മാർഗം എന്ന് വെക്കുക. അള്ളാഹു ഇവർക്ക് അവരുടെ കാരണങ്ങളാൽ തന്നെയാണ് സന്മാർഗം നിഷേധിക്കുന്നത്. ഹിദായത്ത് അവർക്ക് തടഞ്ഞു വെക്കുകയാണ്. കഴിവൊക്കെ ഉണ്ട്, എൽമുണ്ട്, വലിയ പാണ്ഡിത്യമുണ്ട്, ബുദ്ധിയുണ്ട്, വിശകലന പാടവമുണ്ട്, ഭാഷ അറിയാം, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ആളുകൾ. പക്ഷെ അവർക്ക് ഹിദായത്ത് ലഭിക്കാതെ പോകുന്നു. അള്ളാഹു അവർക്ക് അവരുടെ കാതുകൾക്ക് ഒരു മുദ്ര വെച്ചിരിക്കുകയാണ്, ഹൃദയത്തിന് മുദ്ര വെച്ചിരിക്കുകയാണ്, കണ്ണുകൾക്ക് ഒരു മറയിട്ടിരിക്കുകയാണ്. അത് കാരണമായിട്ട് അവർക്ക് കാര്യങ്ങളുടെ ആന്തരിക യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയില്ല. അവര് ജീവിതത്തിലെ സന്മാർഗം
നേടുകയുമില്ല. അപ്പൊ ഇങ്ങനെ സന്മാർഗം നിഷേധിക്കപ്പെട്ട ആളുകൾ, ഒരു കൂട്ടർക്ക് അങ്ങനെ, ഒരാൾക്ക് അള്ളാഹു അങ്ങനെ സന്മാർഗം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ചോദ്യം, ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ്, അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ അള്ളാഹുവിന് ശേഷം, അള്ളാഹു നിഷേധിച്ച് അവർക്ക് തടഞ്ഞു വെച്ചതിന് ശേഷം പിന്നെ ആര് അവരെ സന്മാർഗിയാക്കും? ഇതാണ് ചോദ്യം. അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് തടഞ്ഞു വെച്ചുവെങ്കിൽ പിന്നെ ലോകത്ത് ആര് തന്നെ ശ്രമിച്ചത് കൊണ്ടും അയാൾക്ക് ഹിദായത്ത് ലഭിക്കാൻ പോകുന്നില്ല. ചില ആളുകളോട് നമ്മൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കും. അവർ കേൾക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അവർക്കത് പ്രയോജനപ്പെടുകയില്ല. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മളെക്കാളൊക്കെ എത്ര ശേഷിയും കഴിവും ഒക്കെ ഉള്ള ആളാണ് അയാൾ, എന്നിട്ട് അയാൾക്ക് സന്മാർഗിയാവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കും. അള്ളാഹു തടഞ്ഞു വെച്ചതാണ്. അള്ളാഹു അവരുടെ കാതുകൾക്ക് ഒരു മുദ്ര വെച്ചിട്ടുണ്ട്, ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചിട്ടുണ്ട്, കണ്ണുകൾക്ക് മറയിട്ടിട്ടുണ്ട്. എന്തിനാണ്? അവർക്ക് ഹിദായത്ത് കൊടുക്കണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം എന്താ? അവര് ജഡികേച്ഛകളെ ആരാധ്യനായി സ്വീകരിച്ച ആളുകളാണ്. അവർക്ക് ഹിദായത്തിനുള്ള അർഹതയില്ല. അവര് തഖ്വയുള്ള ആളുകളല്ല, സൂക്ഷ്മതയുള്ള ആളുകളല്ല, ബുദ്ധിപരമായ സത്യസന്ധതയുള്ള ആളുകളല്ല. അതുകൊണ്ട് തന്നെ അവര് ഹിദായത്തിന് അർഹതയുള്ളവരുമല്ല. അപ്പൊ ആർക്കെങ്കിലും അള്ളാഹു ഹിദായത്ത് തടഞ്ഞു വെച്ചുവെങ്കിൽ ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ്, അള്ളാഹു ഹിദായത്ത് നൽകാതെ ഒരാൾക്ക് അത് തടഞ്ഞു വെച്ചുവെങ്കിൽ ആരാണ് പിന്നെ അയാളെ സന്മാർഗിയാക്കാനുള്ളത്? ഒരാൾക്കും സാധ്യമല്ല. അഫലാ തദക്കറൂൻ, നിങ്ങൾ എന്താ ഒരല്പം പോലും പാഠം ഉൾക്കൊള്ളുന്നവരല്ലാതെ ആയിപ്പോയത് എങ്ങനെ? അഫലാ തദക്കറൂൻ, നിങ്ങൾ ഒട്ടും ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ഇതിൽ നിന്നൊന്നും വേണ്ട പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്നാണ്, ഇതിൽ നിന്നൊരു ഉത്ബോധനം നേടുന്നില്ലേ എന്നാണ് ചോദ്യം. അപ്പൊ ഇത് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി തരേണ്ട ഒരു കാര്യം തന്നെയാണ്. വൈജ്ഞാനികമായ കഴിവുണ്ടാവും, നല്ല കേൾവി ഉണ്ടാവും, നല്ല കാഴ്ച ഉണ്ടാവും, ഹൃദയത്തിന്റെ പ്രവർത്തനമൊക്കെ ഏത് നേരവും മനസ്സിലൊരു കവിത വിരിയാൻ മാത്രമുള്ള ഡൈനമിക് ആയ ഒരു നേച്ചറൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇതൊന്നും അയാൾക്ക് പ്രയോജനപ്പെടുന്നില്ല എന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അള്ളാഹു അയാളെ സന്മാർഗിയാക്കുകയില്ല. കാരണം അയാളുടെ നിയന്ത്രണം, അയാൾ അടിമപ്പെട്ടിരിക്കുന്നത് അയാളുടെ ജഡികമായ ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കുമാണ്. അങ്ങനെയുള്ള ഇച്ഛകളിലും താല്പര്യങ്ങളിലും വ്യാപൃതനായിട്ടാണ് അയാളുള്ളത്. അള്ളാഹുവിനെ ഗൗനിക്കാനോ ഉൾക്കൊള്ളാനോ ഉള്ള സന്നദ്ധതയോ മനസ്സിന്റെ വിശാലതയോ അവർക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് ലഭിക്കാൻ ഇടയാകാത്ത വിധത്തില് അവരുടെ കാതുകൾക്ക്, ഹൃദയങ്ങൾക്കൊക്കെ ഒരു മുദ്ര വെച്ചിട്ടുണ്ടാകും. അവരുടെ കണ്ണുകൾക്ക് ഒരു മറയിട്ടിട്ടുണ്ടാകും. ഈ കണ്ണും കാതും ഹൃദയവും ഒന്നും അവർക്ക് പ്രയോജനപ്പെടുകയില്ല ഈ ആവശ്യത്തിനായിട്ട് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് തടഞ്ഞു വെച്ചുവെങ്കിൽ അയാൾക്ക് സന്മാർഗം നേടാൻ വേറെ ആരാണ് രംഗത്ത് വരാൻ സാധ്യതയുള്ളത്? ആർക്കാണ് സാധിക്കുക അയാളെ സന്മാർഗിയാക്കാൻ? അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അഫല യതദക്കറൂൻ അല്ലെങ്കിൽ തതദക്കറൂൻ എന്നാണ് ഇവിടുത്തെ ചോദ്യം. നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ദിക്റും ലഭിക്കുന്നില്ലേ? ഒരു തദ്കിറത്തും ഉണ്ടാവുന്നില്ലേ? ഒരു ഉണർത്തലും ഒരു ബോധം നേടലും ഗുണപാഠം ഉൾക്കൊള്ളലും ഒന്നും നിങ്ങൾക്ക് ഇതിൽ നിന്ന് സാധിക്കുന്നില്ലേ എന്നാണ് അള്ളാഹുവിടെ ചോദിക്കുന്നത്. അപ്പോ സൂറത്തുൽ ജാസിയയിലെ 23-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.